ബംഗളൂരു എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ നടി രന്യ റാവുവിന് സഹായം നൽകിയത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ. ഗ്രീൻ ചാനൽ വഴി പരിശോധനയില്ലാതെ കടക്കാൻ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ രന്യയെ അനുഗമിച്ചു. തട്ടിപ്പിന് പോലീസ് സഹായം കിട്ടിയെന്നതിൽ പ്രഖ്യാപിച്ച അന്വേഷണം കർണാടക സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീനാഥ്, ഈ ബംഗളൂരു എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തു കൊടുത്തവരാരൊക്കെയാണെന്ന കാര്യത്തിൽ വ്യക്തതയായോ? തീർച്ചയായും GK, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ സഹായമോ പോലീസ് സഹായമോ ഒന്നും കിട്ടാതെ ഇത്തരമൊരു കടത്ത് സാധ്യമല്ല. കാരണം ഗ്രീൻ ചാനൽ വഴിയാണ് ഇവർ ഓരോ യാത്രയിലും കടന്നുപോയിട്ടുള്ളത്. അതായത് നികുതി അടയ്ക്കേണ്ട വസ്തുക്കളുണ്ടെങ്കിൽ റെഡ് ചാനൽ വഴി പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ്. അതൊന്നുമില്ലാതെ ഇവർ പലവട്ടം യാത്ര നടത്തുകയും പലവട്ടം ഈ വഴി പുറത്തേക്ക് പോയി എന്തിന് പോലീസ് അകമ്പടിയോടെ പിന്നീട് എയർപോർട്ടിന് പുറത്തുള്ള യാത്രകൾ നടത്തി എന്ന വിവരം വരെ DRI പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ഈ ഗ്രീൻ ചാനൽ വഴി ഇവരെ കടക്കാൻ സഹായിച്ചത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ തന്നെയാണ് എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രോട്ടോകോൾ ഓഫീസർ ഗ്രീൻ ചാനൽ വഴി പുറത്തേക്ക് വരാനും പിന്നീട് എയർപോർട്ടിനകത്ത് എന്തെങ്കിലും പരിശോധനകൾ ഉണ്ടാവുമെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നൽകാനും സഹായിച്ചു എന്ന നിർണായകമായ കണ്ടെത്തൽ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ പുറത്തെത്തിയതിനു ശേഷം പിന്നീട് പോലീസ് സഹായം ഏതൊക്കെ തരത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യവും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. രന്യയുടെ രണ്ടാനച്ഛൻ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് രാമചന്ദ്ര റാവു. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പോലീസിന്റെ പങ്കന്വേഷിക്കാൻ നേരത്തെ സംസ്ഥാന സർക്കാർ ഒരു CID അന്വേഷണം ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അത് പിന്നീട് ഇപ്പോൾ അത് പിൻവലിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ രാമചന്ദ്ര റാവുവിനെതിരായി ഒരു അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ.